ന്യായാധിപന്മാർ അധ്യായം 20. അനന്തരം ഇസ്രായേൽ മക്കളൊക്കെയും പുറപ്പെട്ട് താൻ മുതൽ ബേർഷേബ വരെയും ഗിലെയാദ് ദേശത്തുമുള്ള സഭയൊക്കെയും ഏകമനസ്സോടെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വന്നുകൂടി. ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളുമായ സർവ്വജനത്തിന്റെ പ്രധാനികളും ആയുധപാണികളായ 4,00,000 കാലാളും ദൈവത്തിന്റെ ജനസംഘത്തിൽ വന്നു നിന്നു. ഇസ്രായേൽ മക്കൾ മിസ്പയിലേക്ക് പോയി എന്ന് ബെന്യാമിന്യർ കേട്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന് പറവിൻ എന്ന് പറഞ്ഞതിന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ ഉത്തരം പറഞ്ഞത്, ഞാനും എന്റെ വെപ്പാട്ടിയും ബെന്യാമിൻ ദേശത്ത് ഗിബെയയിൽ രാപ്പാർപ്പാൻ ചെന്നു. എന്നാറെ ഗിബെയ നിവാസികൾ എന്റെ നേരെ എഴുന്നേറ്റ് രാത്രിയിൽ എന്റെ നിമിത്തം വീട് വളഞ്ഞ് എന്നെ കൊല്ലുവാൻ ഭാവിച്ചു. എന്റെ വെപ്പാട്ടിയെ അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി. അവർ ഇസ്രായേലിൽ ദുഷ്കർമ്മവും വഷളത്വവും പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ എന്റെ വെപ്പാട്ടിയെ ഖണ്ഡം ഖണ്ഡമാക്കി ഇസ്രായേലിന്റെ അവകാശ ദേശത്തൊക്കെയും കൊടുത്തയച്ചു. നിങ്ങൾ എല്ലാവരും ഇസ്രായേലരല്ലോ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവിൻ. അപ്പോൾ സർവ്വജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത്, നമ്മിൽ ആരും തന്റെ കൂടാരത്തിലേക്ക് പോകരുത്, ആരും വീട്ടിലേക്ക് തിരികെയും അരുത്. നാം ഇപ്പോൾ ഗിബെയയോട് ചെയ്യേണ്ടുന്ന കാര്യമാവിത്, നാം അത് സംബന്ധിച്ച് ചീട്ടിടണം. അവർ ഇസ്രായേലിൽ പ്രവർത്തിച്ച സകല വഷളത്വത്തിനും പകരം ചെയ്യേണ്ടതിന് ജനം ഗിബെയയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണസാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 110 പേരെയും 1000-ൽ 100 പേരെയും 10,000-ൽ 1000 പേരെയും എടുക്കുകയാണ്. അങ്ങനെ ഇസ്രായേലരൊക്കെയും ആ പട്ടണത്തിന് വിരോധമായി ഏകമനസ്സോടെ യോജിച്ചു. പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമിൻ ഗോത്രത്തിലെങ്ങും ആളയച്ചു, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ദോഷം നടന്നത് എന്ത്? ഗിബെയലിലെ ആ നീചന്മാരെ ഞങ്ങൾ കൊന്ന് ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവിൻ എന്ന് പറയിച്ചു. ബെന്യാമിനരോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിപ്പാൻ മനസ്സില്ലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബെയയിൽ വന്നുകൂടി. അന്ന് ഗിബെയ നിവാസികളിൽ എണ്ണിത്തിരിച്ച 700 വിരുദ്ധന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമിന്യർ 20,000 ആയുധപാണികൾ ഉണ്ടെന്ന് എണ്ണം കണ്ടു. ഈ ജനത്തിലെല്ലാം ഇടത്ത് കയ്യന്മാരായ 700 വിരുദ്ധന്മാർ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും ഒരു രോമത്തിനു പോലും ഏറുപിഴയ്ക്കാത്ത കവിണക്കാർ ആയിരുന്നു. ബെന്യാമിൻ ഒഴികെയുള്ള ഇസ്രായേലരോ 4,00,000 ആയുധപാണികൾ ആയിരുന്നു. അവർ എല്ലാവരും യോദ്ധാക്കൾ തന്നെ. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബഥേലിലേക്ക് ചെന്നു. ബെന്യാമിന്യരോട് പടവെട്ടുവാൻ ഞങ്ങളിൽ ആർ മുമ്പനായി ചെല്ലേണ്ടു എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ രാവിലെ എഴുന്നേറ്റ് ഗിബെയയ്ക്ക് നേരെ പാളയം ഇറങ്ങി. ഇസ്രായേലർ ബെന്യാമിന്യരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു ഗിബെയയിൽ അവരുടെ നേരെ അണിനിരന്നു. ബെന്യാമിന്യരോ ഗിബെയയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലരിൽ 27,000 പേരെ അന്ന് സംഭരിച്ചു വീഴിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് സന്ധ്യ വരെ കരഞ്ഞു. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിന്യരോട് ഞങ്ങൾ ഇനിയും യുദ്ധത്തിന് പോകണമോ എന്ന് യഹോവയോട് ചോദിച്ചു. അവരുടെ നേരെ ചെല്ലുവിൻ എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലരായ പടജനം ധൈര്യപ്പെട്ട് 1-ാം ദിവസം അണിനിരന്ന സ്ഥലത്ത് തന്നെ പിന്നെയും പടക്കി അണിനിരന്നു. ഇസ്രായേൽ മക്കൾ 2-ാം ദിവസവും ബെന്യാമിന്യരോട് അടുത്തു. ബെന്യാമിന്യർ 2-ാം ദിവസവും ഗിബെയയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ട് ഇസ്രായേൽ മക്കളിൽ പിന്നെയും 11,000 പേരെ സംഹരിച്ചു വീഴിച്ചു. അവരെല്ലാവരും യോദ്ധാക്കളായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഒക്കെയും സർവ്വജനവും കയറി ബഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ച് പാർത്തു. യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിച്ചു. അക്കാലത്ത് ദൈവത്തിന്റെ നിയമപെട്ടകം അവിടെ ഉണ്ടായിരുന്നു. അഹരോന്റെ മകനായ എലിയാസറിന്റെ മകൻ ഫിനെഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിന്യരോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞുകളയണമോ എന്ന് അവർ ചോദിച്ചതിന്, ചെല്ലുവിൻ, നാളെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലർ ഗിബെയയ്ക്ക് ചുറ്റും പതിയിരുപ്പുകാരെ ആക്കി. ഇസ്രായേൽ മക്കൾ 3-ാം ദിവസവും ബെന്യാമിന്യരുടെ നേരെ പുറപ്പെട്ടു. മുമ്പിലത്തെ പോലെ ഗിബെയയുടെ നേരെ പടക്കി അണിനിരന്നു. ബെന്യാമിന്യർ പടജനത്തിന്റെ നേരെ പുറപ്പെട്ട് പട്ടണം വിട്ട് പുറത്തായി ബഥേലിലേക്കും വയലിൽ കൂടി ഗിബെയയിലേക്കും പോകുന്ന 2 പെരുവഴികളിൽ വെച്ച് മുമ്പിലത്തെ പോലെ പടജനത്തിൽ ചിലരെ വെട്ടിത്തുടങ്ങി. ഇസ്രായേലിൽ ഏകദേശം 30 പേരെ കൊന്നു. അവർ മുമ്പിലത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് ബെന്യാമിന്യർ പറഞ്ഞു.
ഇസ്രായേൽ മക്കളോ നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴികളിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലരൊക്കെയും തങ്ങളുടെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ബാൽ താമാരിൽ പടയ്ക്ക് അണിനിരുന്നു. ഇസ്രായേലരുടെ പതിയിരിപ്പുകാരും ഗിബയുടെ പുൽപ്പുറത്ത് തങ്ങൾ ഇരുന്നിടത്തു നിന്ന് പുറപ്പെട്ടു. എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 10,000 പേർ ഗിബയുടെ നേരെ ചെന്ന് പട കഠിനമായി മുറുകി. എങ്കിലും ആപത്ത് അടുത്തിരിക്കുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. യഹോവ ബെന്യാമീന്യരെ ഇസ്രായേലിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി. അന്ന് ഇസ്രായേൽ മക്കൾ ബെന്യാമീന്യരിൽ 25,100 പേരെ സംഹരിച്ചു. അവർ എല്ലാവരും ആയുധപാണികൾ ആയിരുന്നു. ഇങ്ങനെ ബെന്യാമീന്യർ തങ്ങൾ തോറ്റു എന്ന് കണ്ട്, എന്നാൽ ഇസ്രായേല്യർ ഗിബയ്ക്കരികെ ആക്കിയിരുന്ന പതിയിരിപ്പുകാരെ വിശ്വസിച്ചിരുന്നത് കൊണ്ട് ബെന്യാമീന്യർക്ക് സ്ഥലം കൊടുത്തു. ഉടനെ പതിയിരിപ്പുകാർ ഗിബയയിൽ പാഞ്ഞു കയറി. പതിയിരിപ്പുകാർ നീളെ നടന്ന് പട്ടണത്തെയൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു കളഞ്ഞു. പട്ടണത്തിൽ നിന്ന് അടയാളമായിട്ട് ഒരു വലിയ പുക പൊങ്ങുമാറാക്കണമെന്ന് ഇസ്രായേല്യർ പതിയിരിപ്പുകാരുമായി പറഞ്ഞൊത്തിരുന്നു. ഇസ്രായേല്യർ പടയിൽ പിൻവാങ്ങിയപ്പോൾ ബെന്യാമീന്യർ ഇസ്രായേല്യരെ വെട്ടിത്തുടങ്ങി. ഏകദേശം 30 പേരെ കൊന്നു. മുൻ കഴിഞ്ഞ പടയിലെ പോലെ അവർ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നുവെന്ന് അവർ പറഞ്ഞു. എന്നാൽ പട്ടണത്തിൽ നിന്ന് അടയാളം ഒരു വലിയ പുകത്തൂണായി പൊങ്ങിത്തുടങ്ങിയപ്പോൾ ബെന്യാമീന്യർ പിന്നോട്ട് നോക്കി. പട്ടണം മുഴുവനും ആകാശത്തോളം കത്തിപ്പൊങ്ങുന്നത് കണ്ടു. ഇസ്രായേല്യർ തിരിഞ്ഞപ്പോൾ ബെന്യാമീന്യർ തങ്ങൾക്ക് ആപത്ത് ഭവിച്ചു എന്ന് കണ്ടു. അവർ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞ് പട അവരെ പിന്തുടർന്നു. പട്ടണങ്ങളിൽ നിന്നുള്ളവരെ അവർ അതതിന്റെ മധ്യേ വെച്ച് സംഹരിച്ചു. അവർ ബെന്യാമീന്യരെ വളഞ്ഞ് ഓടിച്ച് ഗിബയക്കെതിരെ കിഴക്ക് അവരുടെ വിശ്രമസ്ഥലത്ത് വെച്ച് പിടികൂടി. അങ്ങനെ ബെന്യാമീന്യരിൽ 11,000 പേർ പട്ടുപോയി. അവർ എല്ലാവരും പരാക്രമശാലികളായിരുന്നു. അപ്പോൾ അവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൻ പാറയ്ക്ക് ഓടി അവരിൽ 5,000 പേരെ പെരുവഴികളിൽ വെച്ച് ഒറ്റയൊറ്റയായി പിടിച്ചുകൊന്നു. മറ്റവരെ ഗിദ്ദാമോളം പിന്തുടർന്ന് അവരിലും 2,000 പേരെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ബെന്യാമീന്യരിൽ ആകെ 20,000 ആയുധപാണികൾ അന്ന് പട്ടുപോയി. അവർ എല്ലാവരും പരാക്രമശാലികൾ തന്നെ. എന്നാൽ 600 പേർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൻ പാറ വരെ ഓടി അവിടെ 4 മാസം പാർത്തു. ഇസ്രായേല്യർ പിന്നെയും ബെന്യാമീന്യരുടെ നേരെ തിരിഞ്ഞ് ഓരോ പട്ടണം മുഴുവനും മൃഗങ്ങളെയും കണ്ട സകലത്തെയും വാളിന്റെ വൈത്തലയാൽ സംഹരിച്ചു. അവർ കണ്ട എല്ലാ പട്ടണങ്ങളും തീ വെച്ച് ചുട്ടുകളഞ്ഞു. ആമേൻ.